കരുണാകരനെ സ്നേഹിക്കുന്ന ഒരു പഴയ പാർട്ടിക്കാരൻ പറഞ്ഞു ചേട്ടനും അനിയത്തിയും ഇത്തവണ നിയമസഭയിലുണ്ട്. അവിടെ ശ്രീലേഖ തന്നെ ജയിക്കും. ചേട്ടനും അനിയത്തിയൊക്കെ വീട്ടിലും. കെ കരുണാകരനെയും പ്രസ്ഥാനത്തെയും ചതിച്ചിട്ട് പോയ പത്മജ വേണുഗോപാലിന് തൃശ്ശൂരുകാർ മറുപടി കൊടുക്കും. പിന്നെ പാർട്ടി മാറിപ്പോയത് കെ കരുണാകരൻ പാർട്ടി മാറിയിട്ടില്ലേ? അങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ എത്ര പ്രാവശ്യം പാർട്ടി മാറിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഇല്ലാത്ത വേദന എന്താ? ഞാൻ പോയപ്പോൾ ഞാൻ ആരുടെ അടിമയൊന്നുമല്ല, വേറെ ഒന്നുമല്ല. നിങ്ങളൊക്കെ എങ്ങനെ ഇരുന്നു എന്ന് കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇനി ഈ പ്രസ്ഥാനത്തിലേക്ക് ഞാനില്ല, മരിച്ചാലും ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോന്നിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിലെ പല നിർണായക തീരുമാനങ്ങൾക്കും എടുത്തിട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂരിലെ ഈ മുരളി മന്ദിരം. അതെ, ഇവിടെ നിന്നാണ് UDF ഉണ്ടായത്. എന്നെങ്കിലും ഒരു കാലത്ത് ചിന്തിച്ചിരുന്നോ BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഈ മുരളി മന്ദിരത്തിൽ ഇങ്ങനെ ഒരു അഭിമുഖം കൊടുക്കാൻ? സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നെ വേറെ വിധത്തിൽ BJP പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. അത് കയ്യിൽ കിട്ടാനായപ്പോഴാണ് എന്നെ മത്സരിപ്പിക്കണ അവര്. നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. നേഷൻ ഫസ്റ്റിൽ ഇന്ന് അതിഥി തൃശ്ശൂരിൽ NDAക്ക് വേണ്ടി മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലാണ്. ചേച്ചി നമസ്കാരം. കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ പരാജയപ്പെട്ടത് 946 വോട്ടുകൾക്കാണ്. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു, UDF സ്ഥാനാർത്ഥിയായിരുന്നു, കൈപ്പത്തിയായിരുന്നു ചിഹ്നം. ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥിയാണ്, ചിഹ്നം താമരയാണ്. എന്താണ് തൃശ്ശൂരിലെ പ്രതീക്ഷകൾ? അല്ല, തൃശ്ശൂര് എനിക്കല്ല, ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂരിലെ ജനങ്ങളിൽ എപ്പോഴും എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ മൂന്നാമതും ഇവിടെ തന്നെ വന്നത്. എന്നോട് പലരും ചോദിച്ചു എന്തിനാ വേറെ എവിടെയെങ്കിലും നിൽക്കായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല, നിൽക്കുകയാണെങ്കിൽ തൃശ്ശൂർ, അതിനപ്പുറം എനിക്കൊരു ചിന്തയില്ല. അതാ ഞാൻ പറഞ്ഞത്, അവർ എന്താ പറയണ്ട, അവർക്ക് സ്നേഹമുണ്ട് തൃശ്ശൂരത്തെ ആൾക്കാർക്ക്. പക്ഷെ അതിലുള്ള കുറച്ച് നേതാക്കൾ അവരുടെ ഇതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. പിന്നെ അന്നത്തെ സമയത്ത് സുരേഷ് ഗോപി വന്നപ്പോഴും ഇതുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതും എല്ലാം എനിക്ക് കിട്ടേണ്ട കുറേ വോട്ടുകൾ സുരേഷ് ഗോപി കൊണ്ടുപോയി. അതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. ഇത്തവണ സുരേഷ് ഗോപിയുടെ പാർട്ടിയിലാണ് മത്സരിച്ചത്. അതെ, BJPയിലാണ്. അതെ. അപ്പം നിങ്ങൾ 3 പേർ തമ്മിൽ, കഴിഞ്ഞ തവണ മത്സരിച്ച 3 പേർ തമ്മിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരം എന്ന് വിളിക്കാവുന്ന ഏറ്റവും മികച്ച മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരായിരുന്നു. സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിന്റെ MP ആണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ സപ്പോർട്ടും പത്മജ വേണുഗോപാലിന് കൂടി കിട്ടുമ്പോൾ വിജയപ്രതീക്ഷ എത്ര ശതമാനമാണ്? തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി, അത് എനിക്കൊരു രാഷ്ട്രീയക്കാരനായിട്ടല്ല ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എൻ്റെ ഒരു സ്വന്തം സഹോദരൻ്റെ മാതിരിയാണ്. അപ്പോൾ ഒരു സഹോദരിക്ക് ഒരു സഹോദരൻ പിന്തുണ നൽകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമുക്ക് ധൈര്യം വരും. ആ ഒരു ധൈര്യം കൂടി എനിക്കിതിലുണ്ട്. അതിൽ ഞാൻ രാഷ്ട്രീയം കാണണില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ മാതിരി ഇവിടുത്തെ നേതാക്കൾ BJPയുടെ അവർ എന്താ പറയേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താനും ഇതൊന്നും അവരിപ്പോൾ പഠിച്ചിട്ടില്ല. അതിന് എനിക്ക് പഠിക്കും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയൊരു സംഭവമുണ്ട്. അതായത് ഞാനൊരു മീറ്റിങ്ങിന് ഇരിക്കുമ്പം അതിൻ്റെ മെയിൻ ആൾ വന്നിരുന്ന് ഓരോരുത്തർ എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന്, ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ വർക്ക് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞപ്പം വേറെ സംസാരമൊന്നുമില്ല, ആൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. എനിക്ക് മനസ്സിലായി അയാളെ മാറ്റിക്കോന്നാ. ഇത് തന്നെ ഞാൻ എത്രയോ പ്രാവശ്യം കോൺഗ്രസ്സിലിരിക്കുമ്പോൾ നമ്മുടെ പലരും മാറി നിൽക്കുകയും, ഞാൻ ഒരു മണ്ഡലത്തിൽ ഞാൻ ഇതിന് പോയപ്പോണ്ട് മണ്ഡലം പ്രസിഡന്റ് എന്നെ കൊഞ്ഞനം കുത്തണമാതിരി എൻ്റെ മുമ്പിൽ കയറി നിൽക്കുക, ഏത് പരിഗണനത്തിന് പോകുമ്പോഴേ. എന്നിട്ട് എൻ്റെ ഗതികേടുകൊണ്ട് ഞാൻ നിർത്തി ചോദിച്ചു, അയാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചു. ഞാൻ എത്തിക്കോളാം. ആ പരാതി ഞാൻ പറഞ്ഞിട്ട് അയാളെ തന്നെ വീണ്ടും ഞാൻ തോറ്റ് കഴിഞ്ഞപ്പോൾ പിടിച്ച് മണ്ഡലം പ്രസിഡൻ്റാക്കി. അപ്പോൾ നമ്മളെ അപമാനിക്കണം, വല്ലാത്ത അപമാനമാണ് ഞാൻ സഹിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അയാളെ വയ്ക്കരുതെന്നേ ഉള്ളൂ, എനിക്ക് അയാളെ പറയുന്ന ആരെ വേണമെങ്കിൽ നിങ്ങൾ വെച്ചോ, എനിക്ക് ആരും പ്രത്യേകിച്ചില്ല. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഈ ഒരു രീതി കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ്. അപ്പോൾ എനിക്ക്, അതായത് പാർട്ടിക്കാരുടെ കാലുവാരലുകൊണ്ട് ഞാൻ തോക്കില്ല. BJPയുടെ കാലുവാരൽ കൊണ്ട് തോൽക്കില്ല. പക്ഷേ കോൺഗ്രസ് പാളയം വിട്ട് BJPയിലേക്ക് പോയ പത്മജ വേണുഗോപാൽ ലീഡർ കെ കരുണാകരന്റെ മകളോട് കോൺഗ്രസിനുള്ള ശത്രുത വളരെ വലുതാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. പിന്നീട് അവരുടെ അവസ്ഥയും നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ രാജൻ ജെ പള്ളത്തിനെ പോലെ ഒരു മുൻ മുനിസിപ്പൽ കൗൺസിലർ ചെയർമാനെ താങ്കൾക്കെതിരെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനാർത്ഥി വരും? എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു അയാൾ തന്നെയാണ് വരിക. അതായത് വഴിയെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, ആ പാളയത്തിൽ നിന്ന ആളല്ലേ ഞാൻ. ഇവർ ഇത് നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും എന്താണെന്നില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല, എനിക്കറിയാം.
നേതൃത്വത്തിനുണ്ടോയെന്ന് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. കാരണം അവരിന്നുവരെ എന്നോട് കാണിച്ചിട്ടില്ല കേട്ടോ. ഞാനിപ്പോഴും എല്ലാ നേതാക്കന്മാരെ കാണുമ്പം നല്ല ഒരു രീതിയിൽ പെരുമാറുന്നതാണ്. അവരൊന്നും എന്നെ അത് കഴിഞ്ഞ പിന്നെ അവർക്ക് ഭയങ്കര ഒരു കുറ്റബോധം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് എന്നോട് ദേഷ്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഡറുടെ മകൾ പത്മജ പിന്നെ വേണുഗോപാൽ പാർട്ടി മാറിപ്പോയത് കെ കരുണാകരൻ പാർട്ടി മാറിയിട്ടില്ലേ? അദ്ദേഹം പാർട്ടി മാറി DIC ഉണ്ടാക്കി പോയി. അച്ഛൻ അന്ന് പോയപ്പോഴും ഞാൻ പോയിട്ടില്ല. ഞാൻ കോൺഗ്രസ്സിൽ ഉറച്ചു നിന്ന ഒരാളാണ്. എനിക്ക് എന്ത് കിട്ടി എന്നിട്ട്? ഈ ചവിട്ടും കുത്തും മാത്രം. എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചിട്ട് ഞാൻ ഇവരുടെ കൂടെ നിന്നതാണ്. പക്ഷെ അന്ന് ഞാൻ ഒരു കാര്യം ചെയ്തു, രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിരുന്നു. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, ഞാൻ എതിരായിട്ട് നിൽക്കുമ്പം അച്ഛനും വല്ലാതെ മനസ്സ് വേദനിക്കും. അമ്മയില്ലാത്ത സമയം. അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ ഞാൻ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനും വിഷമമില്ല, എനിക്കും വിഷമമില്ല. അതുകൊണ്ട് പത്മജ കോൺഗ്രസ് വിട്ടുപോയി എന്നുള്ളതിന് അങ്ങനെ വെച്ചാൽ എൻ്റെ ചേട്ടൻ എത്ര പ്രാവശ്യം പാർട്ടി മാറിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഇല്ലാത്ത വേദന എന്താ ഞാൻ പോയപ്പോൾ? എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് ആൾ. NCP ഉണ്ടാക്കി, DICയിൽ പോയി, എനിക്കൊന്നൊരു 2-3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഞാൻ ഒറ്റ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാണ്ട് പോയതാണ് ഇവരുടെ അവഗണന. മാത്രമല്ല അപമാനിക്കൽ. ഏതൊരു മനുഷ്യനും അപമാനം സഹിക്കാൻ പറ്റില്ല. എനിക്കൊന്നും വേണ്ട, ഒന്നും അത് ഞാൻ പറയില്ല. പക്ഷെ ഭയങ്കരമായിട്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണം എന്നുള്ള രീതിയിലായിരുന്നു. അവർ ജയിച്ചോട്ടെ. പക്ഷെ അവർ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും മനസ്സമാനമായിട്ടുള്ള ജീവിതം കിട്ടുന്നു. ഞാനിപ്പോൾ വളരെയധികം ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ടെൻഷനിലുണ്ട് ഒരു ഇലക്ഷൻ. എങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ കെ മുരളീധരൻ ഒരു സ്ഥാനാർത്ഥിയായി മുന്നിൽ നിൽക്കുമ്പോഴാണ് നീതിയുടെ പാർട്ടി മാറ്റം വലിയ ചർച്ചയാകുന്നു. അങ്ങനെ വടകരയിൽ നിന്ന് അദ്ദേഹത്തിന് തൃശ്ശൂരിൽ വരേണ്ടി വരുന്നു. തൃശ്ശൂരിൽ പരാജയപ്പെടുന്നു. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ തമ്മിലൊരു ഇന്റർവ്യൂവിൽ ചേച്ചി പറഞ്ഞിരുന്നു, മുരളിയേട്ടൻ തോക്കും, കൃത്യമായി പറയുന്നു, തോക്കും, പാർട്ടി തോൽപ്പിക്കും, കൂടെ നിൽക്കുന്നവർ തോൽപ്പിക്കും, തോറ്റു കഴിയുമ്പോൾ രോഹിതനെ എപ്പോഴെങ്കിലും കണ്ടാൽ തോൽപ്പിച്ചവർ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് ചേച്ചി എന്നോട് പറഞ്ഞത് ഇപ്പോഴും നവകേരളയുടെ ഫീൽഡിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ ഒരു പാർട്ടിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ പാർട്ടി മാറ്റം ഉണ്ടാകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ മാറിപ്പോയ ഒരാളെ എന്തായാലും UDF ടാർഗറ്റ് ചെയ്യാതിരിക്കുമോ? ചെയ്തോട്ടെ. ജനങ്ങളൊന്നും അത്ര വിഡ്ഢികളൊന്നും അല്ല ഇവരുടെ താളത്തിന് തുള്ളാൻ. അതായത് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞ ഏത് കോൺഗ്രസ്സുകാരൻ കേൾക്കും? ഞാനിവിടെ വന്നപ്പോൾ എന്നെ ആദ്യം മനസ്സുകൊണ്ട് സ്വീകരിച്ച കോൺഗ്രസ്സുകാരറിയാം, പഴയ ആൾക്കാർ. അവരെന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ ചേച്ചിക്ക് ഇതാക്കുള്ളൂ, ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. അല്ല, ഞാൻ അനുഭവിച്ച മുഴുവൻ കണ്ട പ്രവർത്തകർ. മനസ്സിലായ? എനിക്ക് വേണ്ടിയിട്ടല്ല ഈ പാർട്ടി വിട്ടു പോയത്. ഞാൻ എൻ്റെ 1-2 പേരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അച്ഛൻ്റെ ഒരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവമാനം സഹിച്ചത്. അപ്പോൾ അവർക്കറിയാം ഞാൻ അവർക്ക് വേണ്ടി പാർട്ടിയിൽ നിന്ന് പോയതെന്ന്. അതുകൊണ്ട് ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്ക് അവരെൻ്റെ കൂടെ നിൽക്കും. കാരണം ഒരിക്കലും എനിക്കൊരു കാര്യത്തിന് വേണ്ടി ഞാൻ പാർട്ടി വിട്ട് പോവില്ല, അതെനിക്ക് താല്പര്യമില്ലാത്ത കാര്യം. പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്നവരെ എനിക്ക് തീരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ അതെന്നെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം. അവരെന്നെ വിശ്വസിച്ചിട്ടല്ലേ നിന്നിരുന്നത്. അത് കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഇനി ഈ പ്രസ്ഥാനത്തിലേക്ക് ഞാനില്ല, മരിച്ചാലും ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പോന്നിട്ടില്ല. അല്ലാണ്ട് നാളെ അവരെന്തെങ്കിലും എനിക്ക് സ്ഥാനം തരാം, ആ സമയത്ത് ഒരു വളരെയധികം ഓഫറൊക്കെ എനിക്ക് തന്നിരുന്നു. അല്ല, ഡൽഹി ഗവർണറായി താങ്കളുടെ പേര് കേൾക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പോയിട്ട് നാളിതുവരെയായിട്ട് പത്മജ വേണുഗോപാലിനെ കാണാനില്ല. രാഷ്ട്രീയ ചരിത്രത്തിലെങ്ങും പത്മജ വേണുഗോപാൽ ഇല്ല. പത്മജ വേണുഗോപാലിനെ ഒതുക്കി ഇനി രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞു നിന്നെടുത്ത് എനിക്ക് തോന്നി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ചേച്ചിയുടെ പേര് കൂടാതെ മറ്റു പല പേരുകളും ഒക്കെ ഇവിടെ ഉയർന്നു കേട്ടു. നിയമസഭയിലും സീറ്റ് ഉണ്ടാകില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതാ നിയമസഭയിൽ ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഫോട്ടോസ് എടുത്ത ഫോട്ടോഗ്രാഫർ റീല് കണ്ടിരുന്നു. ഞാനിങ്ങനെ മനസ്സോട്ട് വിചാരിക്കുകയും ചെയ്തു, ഇനി സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇത് ട്രോളായി കാണേണ്ടി വരുമല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതാ സീറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. BJP സ്ഥാനാർത്ഥി ഇന്ന് റോഡ് ഷോ അടക്കം നടത്തിയിരിക്കുന്നു. സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നെ വേറെ വിധത്തിൽ BJP പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു. അത് കയ്യിൽ കിട്ടാനായപ്പോഴാണ് എന്നെ മത്സരിപ്പിക്കണം അവർ. അപ്പോൾ എനിക്ക് നല്ലൊരു ബോധ്യമുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കില്ല പ്രാവശ്യം. കാരണം തൃശ്ശൂരത്തെ ജനങ്ങൾക്ക് അത്രയും സിമ്പതി ഉണ്ട് എൻ്റെ അടുത്ത്. ആ ചേച്ചീനെ പാവം തോൽപ്പിച്ചല്ലോ നല്ലൊരു തോന്നലുണ്ട്. അങ്ങനെയായാലും എന്നെ പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യും. അല്ലാണ്ട് ഞാനൊരു ഇപ്പം എനിക്ക് വരുമ്പോൾ വേണമെങ്കിൽ പറയായിരുന്നു എനിക്ക് ഈ സ്ഥാനം വേണം അല്ലെങ്കിൽ എനിക്കിത് വേണം. ഞാൻ ഒന്നും പറയണ്ട വന്നത്. എന്താ കാരണം അറിയോ? എനിക്കതിന് ഓടിയാൽ മതി. എവിടേക്കാ ഓടണ്ടേന്നുള്ള ഉണ്ടായിരുന്നല്ലോ. പക്ഷേ CPM-ലേക്കായിരുന്നു ഓടിയിരുന്നെങ്കിൽ സീറ്റ് ഉണ്ടാകുമായിരുന്നില്ല. അവിടെയൊക്കെ കടന്നു ചെന്ന ആർക്കും ഇത്തവണ ഒരു സീറ്റ് കൊടുത്തിട്ടില്ല. ആര് പറഞ്ഞു? സരിനടക്കമുള്ളവർ നമ്മൾ അപ്പം അവര് ആരാ പോസ്റ്റ് ഇല്ലാത്തവര്?
പോസ്റ്റ് ഉണ്ട്, സീറ്റുകളുടെ കാര്യം. സീറ്റുകളുടെ സീറ്റില്ലാത്തതുകൊണ്ടാണല്ലോ അവരൊക്കെ ഇവിടുന്ന് പോയത്. അതെ അതെ ചേച്ചിക്ക് സീറ്റില്ലാത്തിട്ട് അല്ലല്ലോ പോയത്, ചേച്ചി പാർട്ടിയിലെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പോയത്. അതെ അതെ കഴിഞ്ഞ ദിവസം ഞാൻ വട്ടിയൂർക്കാവിൽ ഒന്ന് പോയിരുന്നു. അവിടെ നിന്ന് കേട്ടതാണ് ചേട്ടനും അനിയത്തിയും ഇത്തവണ നിയമസഭയിൽ ഉണ്ടാകും. കരുണാകരനെ സ്നേഹിക്കുന്ന ഒരു പഴയ പാർട്ടിക്കാരൻ പറഞ്ഞു, ചേട്ടനും അനിയത്തിയും ഇത്തവണ നിയമസഭയിൽ ഉണ്ടാകുമോ രണ്ടുപേരും? ഉണ്ടാവണല്ലോ. കാരണം എൻ്റെ കാര്യം എനിക്കറിയാം. എന്നെ ഇപ്രാവശ്യം ജനങ്ങൾ എന്നെ സങ്കടപ്പെടുത്തില്ല ഇവിടുത്തെ ആൾക്കാർ. മുരളിയേട്ടൻ്റെ കാര്യം, മറ്റേ മുരളിയേട്ടൻ ഈ പറഞ്ഞ മാതിരി മുരളിയേട്ടന് 3-4 തോൽവിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ അതൊന്നും ആരും പറയില്ല. പറയുമ്പോൾ പത്മജാനെ ഇട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഇതൊക്കെ ഒന്നും മനസ്സിലെടുക്കുന്ന ഒരാളല്ല. എന്താ പറയുക, നമ്മളൊരു കാര്യം അത് നെഗറ്റീവായിട്ട് ബാധിക്കും നമ്മുടെ ജീവിതത്തിനെ. ഞാൻ കഴിഞ്ഞു ശരി. എന്നാലും ഉള്ളിൽ പറഞ്ഞ മാതിരി അത്രയും ഞാൻ തൃശ്ശൂരുകാരെ വിശ്വസിച്ചിട്ടാണ് ഇവിടെ വന്ന് നിന്നത്. അപ്പോൾ എനിക്കുണ്ടായ 2 പ്രശ്നവും എന്നെ വല്ലാണ്ട് മാനസികമായിട്ട് ബാധിച്ചുകൊണ്ടാണ് ഞാൻ ഇനി മത്സരത്തിനില്ല എന്നുള്ളൊരു തീരുമാനത്തിനെത്തി. പക്ഷേ ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ അപ്പുറം നോക്കിയില്ല, അവർ പറഞ്ഞു, ഞാൻ മത്സരിച്ചു. കഴിഞ്ഞ തവണ 3 പേരും തമ്മിൽ ചെറിയ വോട്ടുകളുടെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയാകുമ്പോൾ BJPയുടെ അക്കൗണ്ടിലുള്ള വോട്ടുകൾ കഴിഞ്ഞ തവണ കരുത്തരായ സ്ഥാനാർത്ഥികളായിരുന്നു. BJPയുടെ അക്കൗണ്ടിലുള്ള വോട്ടുകൾ മുഴുവനായും, ഒപ്പം പത്മജ വേണുഗോപാലിനെ സ്നേഹിക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാരുണ്ടാകും, കെ കരുണാകരനെ സ്നേഹിക്കുന്ന കുറെ കോൺഗ്രസ്സുകാർ തൃശ്ശൂരിലുണ്ട്. ഈ വോട്ടുകളെല്ലാം ചേർക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷം വളരെ വലുതായിരിക്കണമല്ലോ. അങ്ങനെ ഭൂരിപക്ഷമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ആൾക്കാരൊരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇപ്രാവശ്യം ഞാൻ ചിലപ്പോൾ ജയിച്ചു പോകും. കാരണം എല്ലാവരും, സ്ത്രീകൾ പ്രത്യേകിച്ച്, സ്ത്രീകൾക്കാണ് എൻ്റെ അടുത്ത് ഭയങ്കര ഒരു സിമ്പതി ഇതുള്ളത്. എന്നെ കെട്ടിപ്പിടിക്കും ചിലർ, എന്നിട്ട് പറയും ലീഡറെ മോളെ ഞങ്ങൾ ഇപ്രാവശ്യം സങ്കടപ്പെടുത്തില്ല. അപ്പം നമുക്കൊരു ആത്മവിശ്വാസമാണ്. പിന്നെ എല്ലാം നമ്മുടെ തലയിലെടുത്ത്. കേരള രാഷ്ട്രീയത്തിലെ പല നിർണായക തീരുമാനങ്ങൾക്കും എടുത്തിട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂരിലെ ഈ മുരളി മന്ദിരം. അതെ, ഇവിടെ നിന്നാണ് UDF ഉണ്ടായത്. എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു കാലത്ത് ചിന്തിച്ചിരുന്നോ BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഈ മുരളി മന്ദിരത്തിലിരുന്ന് ഇങ്ങനെ ഒരു അഭിമുഖം കൊടുക്കാൻ പറ്റുമെന്ന്? പറ്റും. എന്താണ് ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൂടാത്തത്? പണ്ടത്തെ മാതിരി ആൾക്കാർ എന്താ പറയുക, പ്രസ്ഥാനം എന്ന് പറഞ്ഞ് മാത്രം നിൽക്കുന്ന എത്രയോ ആ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാർ, അവർക്കിപ്പോൾ ഇന്ന് എന്താ വിലയില്ല? അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു എന്നറിയോ? എനിക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് പഴയ കോൺഗ്രസ്സുകാരെ എപ്പോഴും നല്ല ഓർമ്മയാണ്. അവരുടെ മക്കൾ പലതും ഇപ്പോൾ BJP ആണ്. ഞാനിവിടെ ഞങ്ങൾ അച്ഛനുള്ള സമയത്ത് ഈ ഭാഗത്ത് ഒരൊറ്റ BJP ഉണ്ടായിരുന്നില്ല, ഫുൾ കോൺഗ്രസ് ആയിരുന്നു. ഞങ്ങൾ വൈകുന്നേരം അച്ഛൻ അമ്പലത്തിലേക്കൊക്കെ നടന്നു പോകുമ്പം ഓരോ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരും ഷർട്ട് ഇട്ടിട്ട്. അച്ഛൻ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴും ജാഥയുടെ ആളാവും. അപ്പം മുഴുവൻ കോൺഗ്രസ് ആയിരുന്നു. ഇന്നൊറ്റ കോൺഗ്രസ്സുകാരനെ അവിടെ കാണാനില്ല. വിരലെണ്ണാവുന്ന 2-3 പേര്, ബാക്കിയെല്ലാം BJP ആയി. എല്ലാവരും BJP. ഓക്കെ, ചേച്ചി ഒരു BJP കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിൽ BJP NDA സഖ്യം എത്ര സീറ്റുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്? എന്നാലും നല്ല രീതിയിൽ പിടിക്കും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും കൂടി. പിന്നെ അത് മാത്രമല്ല, ഇപ്പം തന്നെ പലരും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നു തുടങ്ങി. അത് തന്നെ ഇടതുപക്ഷത്തൊന്നും വന്നു തുടങ്ങി. വരുന്നുണ്ട്, എല്ലാം വരുന്നു. ഇപ്പോഴും ഇടതുപക്ഷ MLA തുടരുമ്പോഴും BJPയിലാണ്. ആണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സീറ്റുകൾ ഇപ്രാവശ്യം. അത് മാത്രമല്ല, BJP ചിലപ്പോൾ ഒരു നിർണായക ശക്തിയാവും ഇപ്രാവശ്യത്തെ ഇതിൽ മന്ത്രിസഭ ഉണ്ടാക്കുന്നതിൽ. ചേച്ചി, ഈ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇന്നലെ ഞങ്ങൾക്ക് മീഡിയാസിനൊക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അയച്ചു കിട്ടിയപ്പോ അതിൽ ബോൾഡ് ലെറ്ററുകളിലായിരുന്നു വനിതകളുടെ പേരുകൾ. ബാക്കിയൊക്കെ അൺബോൾഡ് ലെറ്ററുകളിൽ എല്ലാ മണ്ഡലങ്ങളിലെയും വനിതാ സ്ഥാനാർത്ഥികളുടെ പേര് ബോൾഡ് ലെറ്ററിലാണ് കിട്ടുന്നത്. അത് എനിക്ക് ഭയങ്കര വ്യത്യസ്തമായി തോന്നി. അപ്പൊ ഇത് എന്താണെന്ന് നോക്കാതെ എനിക്കിത് കൊണ്ടുതരുന്ന നമ്മുടെ ഓഫീസിലെ പയ്യൻ പറഞ്ഞു, ചേട്ടാ ഇവരുടെ കാറ്റഗറി മണ്ഡലമാണോ ഈ ബോൾഡ്? നല്ലടാ, ഇതെല്ലാം വനിതകളാണ്. അതൊരു പ്രത്യേക രീതിയാണ്. അങ്ങനെയെങ്കിൽ അങ്ങയുടെ സഹോദരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന മുരളീധരനെതിരെ മത്സരിക്കുന്ന ശ്രീലേഖ IPS, ആ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? അവിടെ ശ്രീലേഖ തന്നെ ജയിക്കും, വേറെ ഒന്നും ഉണ്ടല്ല. എനിക്ക് എൻ്റെ പ്രസ്ഥാനം വലുതാണ്. ചേട്ടനും അനിയത്തിയൊക്കെ വീട്ടിൽ, ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഞങ്ങളുടെ കാൻഡിഡേറ്റ് മോശമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചേനെ. പക്ഷെ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു കാൻഡിഡേറ്റാണ് ശ്രീലേഖ. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് ഇപ്രാവശ്യം BJP പിടിക്കുന്ന തന്നെയാണ് വിശ്വസിക്കുന്നത്. നിയമം കൂടാതെ വട്ടിയൂർക്കാവാണോ അതോ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മാത്രമാണോ? അല്ല, നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ ട്രിവാൻഡ്രത്ത് കിട്ടും.
കണക്കുകൂട്ടലുകൾ, മാധ്യമങ്ങളുടെ കണക്കുകൂട്ടലുകളും കിഴിക്കലുകൾക്കും അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നമുക്കായിട്ടുള്ളൊരു കണക്കുകൂട്ടലുണ്ടല്ലോ ഈ പറഞ്ഞ മാതിരി. ആ കണക്കിലാണ് ഞാൻ ആ പറയുന്നത്. കണക്കുകൾ മാധ്യമങ്ങൾ ഇപ്പോഴും അതായത് NDA ജയിക്കില്ല ഒരു സീറ്റ്, ആ 0 സീറ്റ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ജനങ്ങളുടെ മനസ്സിൽ NDA തോൽക്കാനുള്ളൊരു പാർട്ടിയാണ് എന്നൊരു വികാരം എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഈ രീതി സ്വീകരിക്കണേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യസന്ധമായ പത്രപ്രവർത്തനമാണെങ്കിൽ ഒരാൾ പോലും പറയില്ല അങ്ങനെ ഒരു കാര്യം. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു അവരെന്ത് പറഞ്ഞാലും അതേ പറയുള്ളൂ, നമ്മളത് നോക്കണ്ട, നമ്മൾ അവിടെ പണിയും നോക്കി മുന്നോട്ട് പോകാം, ജനങ്ങളുടെ മനസ്സ് നമുക്കറിയാലോ എന്താണെന്നുള്ളത്. അതുകൊണ്ട് അതിപ്പം മൈൻഡ് ചെയ്യാറില്ല അവർ കൂടുതലും. തൃശ്ശൂരിൽ പാർലമെന്റിൽ ഒരു MP സുരേഷ് ഗോപി, തൃശ്ശൂരിൽ നിയമസഭയിലേക്ക് താമര ചിഹ്നത്തിൽ ജയിച്ചു വരുന്ന പത്മജ വേണുഗോപാൽ കൂടി ഉണ്ടെങ്കിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തെ കുറിച്ചുള്ള കുറച്ച് വികസന കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായും അദ്ദേഹം കൂടി ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തൃശ്ശൂർ ചെയ്യാം. കേന്ദ്ര ഇതിനെപ്പറ്റി ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇവിടെ എന്തൊക്കെ കൊണ്ടുവരണം, ഇവിടെ എന്നെ എന്ത് ചെയ്യണമെന്ന് എന്നെ പഠിപ്പിക്കേണ്ട. ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ് ഇത്. എന്താ പറയണ്ടേ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അമ്മയുടെ വീട്ടുകാർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഒക്കെ തൃശ്ശൂരാണ്. അപ്പോൾ പിന്നെ ഞാൻ കുട്ടിക്കാലം തൊട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ 2 അമ്പലങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ദിവസവും പോയി അങ്ങനെ വഴിക്ക് കാണുന്ന അന്നൊന്നും ഈ റോട്ടിലൊന്നും അത്ര വീടുകളും ഉണ്ടായിരുന്നില്ല, കുറച്ച് വീടുകളുള്ളൂ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എപ്പോഴും തൃശ്ശൂരിനോടുള്ള സ്നേഹം. ആ കുട്ടിക്കാലത്തെ സ്നേഹബന്ധങ്ങൾ ഇന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, പല അവരുടെ മക്കളുമായിട്ടും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒത്തിരി വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റും എനിക്ക്. ഇവിടെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്താലും ഇവിടെ കാണും. ഈ കോൺഗ്രസ്സുകാരായിരുന്ന കെ കരുണാകരനെയും കോൺഗ്രസ്സുകാരനായിരുന്ന കെ മുരളീധരനെയും കോൺഗ്രസ്സുകാരിയായിരുന്ന പത്മജ വേണുഗോപാലിനെയും തോൽപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂർ. BJP-കാരിയായ പത്മജ വേണുഗോപാലിനെ ചേർത്ത് പിടിക്കുന്ന വിശ്വസിക്കുന്നുണ്ട്. ഞാനത് വീണ്ടും കോൺഗ്രസ്സുകാരുടെ ആ സ്വഭാവമല്ല BJP-ക്കാർക്ക്. അവർക്ക് അവരുടെ സ്ഥാനാർത്ഥി ജയിക്കണം, അത് ആരോ ആയിക്കോട്ടെ. സ്ഥാനാർത്ഥി ആരാന്ന് അറിഞ്ഞാൽ പിന്നെ അവർ രംഗത്തേക്ക് അങ്ങ് ഇറങ്ങും, മനസ്സിലായി? അതിന് മുമ്പ് ഇറങ്ങും അവർ. അതായത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാനിവിടെ വന്നിറങ്ങുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ കാണുന്നത് മുഴുവൻ പോസ്റ്ററുകളാണ്. അത് ഞാൻ വരുന്നു അറിഞ്ഞിട്ടല്ല, NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരിറങ്ങിക്കഴിഞ്ഞു രംഗത്തേക്ക്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എല്ലാവരെക്കാളും കുറച്ച് മുമ്പിലാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ കഴിവുകൊണ്ടാണ്. അവരൊന്നും അങ്ങനെ നമ്മളെ അടുത്ത് അങ്ങനെ ഇതായില്ല, അവർ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ. നമ്മളെ സൂചിപ്പിക്കാൻ ഇന്നും ആരും വരില്ല. ഞാനിപ്പോ തങ്ങളെ കാണാൻ വേണ്ടി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്കാണ് പോയത്. അവിടെ വലിയ മീറ്റിംഗുകൾ നടക്കണം, സ്ഥാനാർത്ഥി എത്തിയോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, അവരുടെ പണികൾ അവർ ചെയ്യും. ഓക്കെ, ഇത്തവണ എന്തായാലും എനിക്കറിയാം സമയക്കുറവുണ്ട്, റോഡ് ഷോ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വലിയ ശുഭപ്രതീക്ഷയിലാണ് തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലും NDAയും ഉള്ളത്. അതെ, ഞാൻ അവരോട് ഒരു കാര്യം പറയുന്നുള്ളൂ, എനിക്കൊരു അവസരം തരിക. എനിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് ഒരവസരം തന്നിട്ട് ചെയ്തില്ല. അവർ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് അവരെ വേണ്ടാന്ന് പറയും. പക്ഷെ ഒരു അവസരം പോലും തരാണ്ട് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അതെനിക്ക് വല്ലാണ്ട് വേദനിക്കും. ഒരു ചോദ്യം കൂടി ചോദിച്ചു ഞാൻ അവസാനിപ്പിക്കും. ഇതിനിടയിൽ വരാൻ പോകുന്ന കമന്റുകളുടെ ഒരു ആകത്തുക ഞാൻ ചുരുക്കിയാക്കി ചോദിക്കാം. കെ കരുണാകരനെയും പ്രസ്ഥാനത്തെയും ചതിച്ചിട്ട് പോയ പത്മജ വേണുഗോപാലിന് തൃശ്ശൂരുകാർ മറുപടി കൊടുക്കും. ഇതായിരിക്കും വരാൻ പോകുന്ന കമന്റുകളിൽ. അതിനൊരു മറുപടി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. എന്തിന്? കാരണം എന്താ അറിയോ, ഞാൻ അല്ലാണ്ട് തന്നെ കേൾക്കുന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? അതൊന്ന് വായിച്ചു നോക്കി അറിയാലോ, ബോധം കിട്ടും. അവർ പറയണതൊന്നും എന്നെ സ്നേഹിക്കുന്നവരത് പറയില്ല, എന്നെ അടുത്തറിയുന്നവരത് പറയില്ല. പിന്നെ ഇവർക്ക് പറയാൻ എന്താ അവകാശം? പാർട്ടി വിട്ട് പോയ ആളുകളാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെയും ചേട്ടൻ്റെ കൂടെയൊക്കെ പോയ ആൾക്കാരാണ്. അവരാദ്യം കോൺഗ്രസ്സിൽ ഉറച്ചു നിന്ന ആൾക്കാർ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. അല്ലാണ്ട് പാർട്ടി രണ്ടാക്കി പോയിട്ട് അന്നോടുകൂട്ടാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി ഇത്ര ക്ഷീണിച്ച് പോയത്. പോയ ആൾക്കാർ തിരിച്ചു വന്നപ്പം അവർക്ക് ശരിക്കുള്ള അക്കോമഡേഷൻ കൊടുത്തില്ല. അതിൽ വിരോധമുള്ള കുറേ ആൾക്കാരുണ്ട് ഈ പാർട്ടിയിൽ. അപ്പം അവരൊന്നും പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. അവരൊക്കെ അങ്ങ് എന്താ പറയുക, അച്ഛൻ്റെ കൂടെ പോയി. അത് കഴിഞ്ഞ് അച്ഛൻ കുറേ പേരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കി. അപ്പോഴേക്കും അച്ഛനെ കുറച്ച് പ്രായമായി, വയ്യാണ്ടൊക്കെ ആയി. അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തി. അവരുടേതായിട്ടുള്ള ഒരു ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പണ്ട് AK ആൻ്റണി കെ കരുണാകരനും ഉണ്ടായിരുന്നു. അവരെന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷൻ വരുമ്പോൾ രണ്ടുപേരും ഒന്നിക്കും, ഒരു വഴക്കുമില്ല. ഞാൻ വിചാരിക്കും ഇത്രയും ദിവസം തല്ലുപിടിക്കൊണ്ടിരുന്ന ആൾക്കാരാണോ ഇരുന്ന്, അവർക്ക് പാർട്ടിയായിരുന്നു വലുത്. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു 36 ഗ്രൂപ്പുണ്ട്. 1 തുടങ്ങി, 2 തുടങ്ങി, 3, 4, 5 ഇങ്ങനെയൊക്കെ തുടങ്ങി. ഇപ്പം ഓരോ ആളും നേതാവാണ്. ഒരാളുടെ വീട്ടിൽ നമുക്ക് പോകാൻ നിർത്തില്ല, അപ്പം മറ്റേ ആൾ പണങ്ങി. ആ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ന്യൂസ് ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞു.
പോയി എന്നുള്ളത്. ഒരു പ്രാവശ്യം ഞാനൊരു നേതാവിനോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആരുടെ അടിമയൊന്നുമല്ല, വേറെ ഒന്നുമല്ല, നിങ്ങളൊക്കെ എങ്ങനെ ഇരുന്നു എന്ന് കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ അതൊന്നും പുറത്ത് പറയില്ല ആ കാര്യങ്ങൾ. അതുകൊണ്ട് എന്നോട് ഇത് വേണ്ട കേട്ടോ, ഞാൻ എല്ലാവരും ഒരേമാതിരി കാണുന്ന ഒരാളാണ്, ഞാൻ ഇവിടെയും പോവും അവിടെയും പോവും, കോൺഗ്രസ്സുകാരനാണോ അവിടെയൊക്കെ പോവും എന്ന് പറഞ്ഞു. പിന്നെ ആ പണി എന്നോട് ചെയ്തിട്ടില്ല ആരും. പക്ഷെ ആ ദേഷ്യം ഓർക്കുന്നുണ്ട്, എൻ്റെ കൂടെ വന്നില്ല, എൻ്റെ കൂടെ വന്നില്ല, ലീഡറുടെ മകൾ അപ്പുറത്ത് നിന്നു. മുരളിയേട്ടനും കിട്ടുന്നത് അത് തന്നെയാണ് എപ്പോഴും. മുരളിയേട്ടൻ ആരുടെ കൂടെ അങ്ങനെ ഇതായിട്ട് നിൽക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് ആർക്കും മുരളിയേട്ടനോട് താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ എന്താ പറയേണ്ടത്, മുരളിയേട്ടന് ഇതിനേക്കാളും സുരക്ഷിതമായിട്ടുള്ള സീറ്റുകൾ അവർക്ക് വേണമെങ്കിൽ കൊടുക്കായിരുന്നു, കൊടുത്തില്ലല്ലോ. അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് എന്നാണ് പൊതുവിലും പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല. ആൾക്ക് വട്ടിയൂർക്കാവ് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. മുരളിയേട്ടന് കുറച്ചും കൂടി സുരക്ഷിതമായിട്ടുള്ള മണ്ഡലങ്ങൾ കിട്ടായിരുന്നു. ഈ കെ കരുണാകരൻ കൈപിടിച്ച് വളർത്തിയ നേതാക്കന്മാരാണ് അങ്ങ് കേന്ദ്രത്തിലും കേരളത്തിലും നേതൃത്വം കൊടുക്കുന്നത്. എന്നിട്ടും കരുണാകരന്റെ മകനോട് സുരക്ഷിതമാണോ? മകളോടും ചെയ്തത് തന്നെയാണ്. അല്ല, ഞാൻ സമയത്ത് ഞാൻ ചിലപ്പോൾ പറയും, അച്ഛനാണ് ഞങ്ങൾക്ക് ഈ പാരയൊക്കെ വെച്ചിട്ട് പോയത്, എല്ലാവരും വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്ന, അവരെ കൊണ്ടാ ഏറ്റവും ബുദ്ധിമുട്ട്. അച്ഛൻ ഒരു സഹായം ചെയ്യില്ല, ആൾക്കാർ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അച്ഛൻ രാജ്മോഹനുണ്ട് തന്നെ ഈ അടുത്ത സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു, ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ. രാജ്മോഹൻ ഉണ്ട് താൻ, കാസർഗോഡ് MP. കരുണാകരൻ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലായിരുന്നു, എന്നാൽ വിട്ടുപോകുമെന്ന് തോന്നുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹം. രാജ്മോഹന്റെ ഇതിന് ഉത്തരം എനിക്ക് പറയാൻ താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. അങ്ങോരങ്ങോരെ വഴിക്ക് പൊക്കോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം. ഒരു രഹസ്യം കൂടി ചോദിച്ചു ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ 2-3 തവണ പറഞ്ഞു, എന്നോട് അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, അച്ഛനെ കാണുമ്പോൾ അരയിൽ പഴം തിരികിട്ട് വരുന്ന ഒരാളെ പറ്റി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. അത് കാസർഗോഡ് MP വേണോ? കാസർഗോഡ് MP അറിയില്ല, അത് ഗണേശനോട് തന്നെ വെക്കണം. ചേച്ചി പറഞ്ഞിരുന്നു, പറയാം പിന്നീട് ആവട്ടെ, പറയാം, കുറച്ചായിട്ട് രാഷ്ട്രീയം നിർത്തുമ്പോൾ പറയാം. ഓക്കെ, താങ്ക് യു.